കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും മാർച്ച് നടത്തി. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ നടത്തിയ കണ്ണൂർ RS പോസ്റ്റ് ഓഫീസ് മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം കാണിക്കുന്ന കടുത്ത അവഗണനയെ അതിജീവിച്ചുകൊണ്ട് കേരളം അതിവേഗം മുൻപോട്ട് പോവുകയാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഒരേയൊരു സംസ്ഥാനമായി കേരളം മാറാൻ പോവുകയാണ്. ജന്മിത്വമില്ലാതായ ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. കേരളം കൈവരിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. KK ജയപ്രകാശ് അധ്യക്ഷനായി. വിവിധ കക്ഷി നേതാക്കളായ MV ജയരാജൻ, CP സന്തോഷ് കുമാർ, രതീഷ് ചിറക്കൽ, PK രവീന്ദ്രൻ, K മനോജ്, അസ്ലം പിലാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നേ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുതിയ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.